1.5 കിലോമീറ്ററിന് 30 രൂപയാണ് പുതുക്കിയ മിനിമം ചാർജ്. ഓരോ 100 മീറ്ററിനും 1.5 രൂപ അധികമായി വരും. പിഴ 3000 രൂപയാണ്. ഡിസൊബിയൻസിനുള്ള 1000 രൂപയാണ് പിഴ വരിക. നമസ്കാരം. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു യാത്രാ സംവിധാനമാണ് ഓട്ടോറിക്ഷ. ഈ ഓട്ടോറിക്ഷക്കാർ പലപ്പോഴും അമിതമായി ചാർജ് ഈടാക്കുന്നത് പതിവാണ്. പലപ്പോഴും യാത്രക്കാരോട് മോശമായി പെരുമാറുന്നുണ്ട്. അങ്ങനെയുള്ള നിരവധി പരാതികളാണ് ഉയർന്നു വരുന്നത്. അതിനെതിരെയൊക്കെ മോട്ടോർ വാഹന വകുപ്പ് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇന്ന് മറുനാടൻ പ്രേക്ഷകർക്ക് കൃത്യമായി ഓട്ടോ ചാർജ് എത്രയാണ് എന്ന് മനസ്സിലാക്കി തരികയാണ്. മിനിമം ചാർജ് എത്രയാണ്, അഡീഷണൽ വരുന്ന ഓരോ കിലോമീറ്ററിനും എത്ര രൂപയാകും, അതുപോലെ രാത്രികാലങ്ങളിൽ ചാർജ് എത്രയാണ്, ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് എറണാകുളം എൻഫോഴ്സ്മെൻറ്റ് RTO കെ മനോജാണ്. മോട്ടോർ വാഹന വകുപ്പ് 26/4/2022 ഓട്ടോറിക്ഷകളുടെ നിരക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. സാധാരണ പൊതുജനങ്ങൾക്ക് പ്രസ്തുത ഗസറ്റ് നോട്ടിഫിക്കേഷനെ ആസ്പദമാക്കിയുള്ള തുക മാത്രം കൊടുത്താൽ മതിയാകും. മീറ്ററിൽ പല വിധത്തിലുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉപഭോക്താക്കൾക്കും അതേപോലെ തന്നെ വാഹന ഉടമയ്ക്കും വേണ്ടി തയ്യാർ ചെയ്തിട്ടുണ്ട്. അതായത് വാഹനം വഴിയിൽ ബ്ലോക്കായി കഴിഞ്ഞാൽ അതും കൂടിയും മീറ്ററിൽ രേഖപ്പെടുത്തിയാണ് വരുന്നത് എന്നുള്ളത് പൊതുജനം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ വാഹന ഡ്രൈവർമാരും ഉടമകളും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മീറ്റർ കോർപ്പറേഷൻ ഏരിയയിൽ പ്രവർത്തിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. പ്രവർത്തിപ്പിക്കാത്ത മീറ്ററുകളോടുകൂടിയുള്ളതോ അല്ലെ മീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതോ ആയ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിലും അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ ഡെഡിക്കേറ്റഡ് നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതിയാകും. വാട്സാപ്പ് നമ്പർ പറയാം: 9188961207 9188961207. കൂടാതെ ഞങ്ങളുടെ ഇമെയിൽ ID ഉണ്ട്, RTO07.MVD@kerala.gov.in. ഇതിലേക്കും അയക്കാവുന്നതാണ്. വാഹനത്തിൻ്റെ നമ്പറും ഫോട്ടോയും ഉണ്ടെങ്കിൽ എളുപ്പമായി. ആദ്യം തന്നെ നമ്മൾ മീറ്റർ പ്രവർത്തിപ്പിക്കാനായിട്ട് പറയുക, എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ള സഞ്ചാര പഥം പറയുക. അത് കഴിഞ്ഞിട്ട് മീറ്റർ പ്രവർത്തിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രം മതി. പരമാവധി സഹകരണം ഡ്രൈവറുമായി ഉറപ്പാക്കേണ്ടത് വാഹനം ഉപയോഗിക്കുന്ന ആളുടെ ഒരു ഭാഗികമായ ഉത്തരവാദിത്വമാണ്. പിന്നെ മീറ്റർ ചാർജിലേക്ക് വന്നു കഴിഞ്ഞാൽ 1.5 കിലോമീറ്ററിന് 30 രൂപയാണ് പുതുക്കിയ മിനിമം ചാർജ്. ആ മിനിമം ചാർജ് കൂടാതെ സഞ്ചരിക്കുന്ന കിലോമീറ്ററിന് 0.5 കിലോമീറ്റർ ഇടവിട്ടുള്ള നിരക്കുകൾ നൽകിയിട്ടുണ്ട്. യാത്ര ചെയ്യുന്ന കൃത്യമായ ദൂരം അനുസൃതമായി ഓരോ 100 മീറ്ററിനും 1.5 രൂപ അധികമായി വരും. ഇതെല്ലാം മീറ്ററിൽ കൃത്യമായി കാണിക്കും. രാത്രി 10 മണിക്ക് ശേഷം രാവിലെ 5 മണി വരെ നടത്തുന്ന യാത്രകളാണെന്നുണ്ടെങ്കിൽ ചാർജിൻ്റെ 50% കൂടിയും വാങ്ങാവുന്നതാണ്. അത് വാഹന ഡ്രൈവർക്ക് കൊടുക്കേണ്ടതാണ്. തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, കോഴിക്കോട് എന്നീ കോർപ്പറേഷനുകളിൽ, കണ്ണൂർ, പാലക്കാട്, കോട്ടയം എന്നീ പ്രധാന ടൗണുകളും ഒഴികെയുള്ള സ്ഥലങ്ങളിൽ പകൽ 5 മണി മുതൽ രാത്രി 10 മണി വരെ നടത്തുന്ന ഒരു വശത്തേക്ക് മാത്രമുള്ള യാത്രയാണെങ്കിൽ അതിൻ്റെ തുകയുടെ 50% അധികമായി നൽകേണ്ടതാണ്. ഇരുവശത്തേക്കുമുള്ള യാത്രയ്ക്കാണെങ്കിൽ മീറ്റർ ചാർജ് നൽകിയാൽ മതിയാകും. വെയിറ്റിംഗ് ചാർജ് ഓരോ 15 മിനിറ്റിനും അതിൻ്റെ ഭാഗങ്ങൾക്കോ 10 രൂപ നിരക്കിലും ഒരു ദിവസത്തേക്ക് പരമാവധി 250 രൂപയും ആണ്. യാത്രാ സംബന്ധമായ പരാതികൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിലോ അറിയിക്കാവുന്നതും അതുപോലെ തന്നെ വകുപ്പിൻ്റെ ഓഫീസ് വിലാസം നമ്മുടെ www.mvdkerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പരാതികളിൽ മോട്ടോർ വാഹന വകുപ്പ് സത്വര ശ്രദ്ധയോടുകൂടി നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഓട്ടോറിക്ഷകളിൽ രാത്രികാലങ്ങളിൽ മഫ്റ്റിയിൽ ചെക്കിങ് നടത്തുന്നുണ്ട്, പകലും കോർപ്പറേഷൻ ഏരിയകളിൽ ചെക്കിങ് നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ഏകദേശം 3500ഓളം ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റുള്ള സ്ഥലമാണ് കൊച്ചിൻ കോർപ്പറേഷൻ. ഈ കോർപ്പറേഷൻ പരിധിയിൽ ഓടുന്ന എല്ലാ വാഹനങ്ങളെയും ഒരേപോലെ നിരീക്ഷിക്കുക എന്ന് പറയുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ് പുതിയതായിട്ട് സിറ്റിസൺ സെൻറ്റിനൽ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പരിവാഹൻ സൈറ്റിൽ അത് ലഭ്യമാണ്. പരിവാഹൻ സൈറ്റിലെ ആ ആപ്പ് വഴി നിങ്ങൾക്ക് പരാതികൾ അയക്കാവുന്നതാണ്. വണ്ടിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ലഭ്യമാണ് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്ക് കൂടി ചേർത്ത് നിങ്ങൾക്ക് വാട്സാപ്പ് വഴി ഇത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്ലോഡ് ചെയ്തത് ആരാണെന്നോ അല്ലെങ്കിൽ എവിടെ നിന്നാണെന്നോ ഒന്നും അറിയാത്ത രീതിയിൽ നടപടികൾ കർക്കശമായി എടുക്കാവുന്നതുമാണ്.
ഈ കാര്യത്തിൽ പൊതുജനങ്ങൾ മാന്യ ഉപഭോക്താക്കൾ ഡ്രൈവർമാരുമായും അതുപോലെ തന്നെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയത്തും മാന്യത പുലർത്തണം എന്നുള്ള കാര്യവും കൂടി പറയുന്നു. ഡ്രൈവർമാരും അതേപോലെ തന്നെ സദാ ജാഗരൂകരായിരിക്കണം. തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവകാശമല്ല, മറിച്ച് തങ്ങൾ നൽകുന്ന ഒരു സർവീസാണ് എന്നുള്ള ഒരു പ്രായോഗിക വശം കണക്കിലെടുത്ത് വേണം വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരോട് പെരുമാറുവാൻ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ചിലപ്പോഴൊക്കെ ഈ ചെറിയ ദൂരമൊന്നും ഓടാനായിട്ട് ഓട്ടോക്കാർ തയ്യാറാവുന്നില്ല. അപ്പോൾ അതിനെന്ത് നടപടി സ്വീകരിക്കുക? അതിന് പരാതി തന്നാൽ പരാതി തന്നു കഴിഞ്ഞാൽ കർശനമായ നടപടി പെർമിറ്റിലുണ്ടാകും. ഡ്രൈവറുടെ ലൈസൻസിനെതിരെയും നടപടി ഉണ്ടാവും. അവരെ കറക്റ്റീവ് ട്രെയിനിങ്ങിന് വിധേയമാക്കും. മോശമായിട്ട് പെരുമാറുന്നു. മാസം തന്നെ നമുക്ക് ഏകദേശം ഒരു 10 മുതൽ 15ഓളം പരാതികൾ ഈ കാര്യങ്ങളിൽ വരാറുണ്ട്. പക്ഷേ ചില പരാതികളിൽ നമുക്ക് വാഹനത്തിൻ്റെ നമ്പറോ അല്ലെങ്കിൽ ഡ്രൈവറെ മനസ്സിലാക്കുവാനുള്ള സൂചകങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ വരുമ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ പരമാവധി നോക്കാറുണ്ട്. ഉപഭോക്താവ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ വാഹനത്തിൻ്റെ നമ്പർ നോട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ പരിശോധനകൾ എങ്ങനെയാണ് നടത്തുന്നത്? പരിശോധനകൾ വിവിധ രീതിയിൽ നടത്താറുണ്ട്. ഒന്ന് മഫ്റ്റിയിൽ നടത്തും, ഒന്ന് യൂണിഫോം പോയി സ്റ്റാൻഡുകൾ തോറും ചെക്കിങ് നടത്തും, അല്ലെങ്കിൽ റാൻഡമായി കംപ്ലയിൻറ്റ് കിട്ടുന്നതനുസരിച്ച് ചെയ്യും. അങ്ങനെയുള്ള വിവിധ രീതിയിലുള്ള പരിശോധനാ മാർഗ്ഗങ്ങളാണ് നമ്മൾ എറണാകുളം ജില്ലയിൽ മൊത്തമായിട്ട് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പരാതികളിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള അവബോധം കുറവാണ് എന്നുള്ളതാണ് അതിനകത്ത് ഒരു അപര്യാപ്തത. അതുകൊണ്ട് ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ എല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നതും മീറ്റർ ഇടണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എല്ലാവരും കാണിക്കണം എന്നുള്ളതുമാണ് ഉപഭോക്താക്കളോട് നമുക്ക് പറയാനുള്ളത്. എത്ര രൂപ പിഴ ചുമത്തും? എന്തൊക്കെ നിയമ നടപടിയായിരിക്കും ഡ്രൈവർ നേരിടേണ്ടി വരിക? പെർമിറ്റ് വയലേഷനുള്ള പിഴ 3000 രൂപയാണ്, അത് അടയ്ക്കേണ്ടി വരും. പിന്നെ ഡിസൊബിയൻസിനുള്ള 1000 രൂപയാണ് പിഴ വരിക. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാം, അവരെ കറക്റ്റീവ് ട്രെയിനിങ്ങിന് വിടാം. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഓരോ ഒഫൻസുകളെ ആശ്രയിച്ചായിരിക്കും അതിൻ്റെ പിഴകൾ വരിക. ഇനി ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ RTO പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. കൃത്യമായി നിങ്ങൾ ഓട്ടോ ചാർജ് അങ്ങോട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. മീറ്റർ ഇട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോട് മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ, അമിതമായി ചാർജ് ഈടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ RTO ഓഫീസിലോ പരാതി നൽകുക. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് ഈ പരാതികൾ അറിയിക്കാവുന്നതാണ്. കൃത്യമായി അതിൻ്റെ നമ്പറും ഫോട്ടോയും ഉൾപ്പെടെ പരാതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ പരിഹാരമുണ്ടാക്കുമെന്നാണ് RTO വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം R. പിയൂഷ്, മറുനാട് TV.